കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വാർഷിക സമ്മേളനം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിലെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 2020-21 വർഷ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും CR മഹേഷ് MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. CR മഹേഷ് MLA മന്ദിര പ്രവേശനോദ്ഘാടനവും ഭദ്രദീപം കൊളുത്തി പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ കാലതാമസം. അതിന്റെ ഭരണാനുമതി കിട്ടുക, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുക, പിന്നീട് ആ വർക്ക് ടെൻഡർ ചെയ്യുക, ഏതെങ്കിലും കോൺട്രാക്ടർ, ഇത്രയും സമയമാണ് ദീർഘമായി പോകുന്നത്. പിന്നെ എടുക്കുന്ന കോൺട്രാക്ടർ കല്ലിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പത്തുള്ള ആളാണെങ്കിൽ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സനുസരിച്ച് വളരെ വേഗം ഇല്ല എങ്കിൽ ഈ ഘട്ടങ്ങളിലൊക്കെ മുടങ്ങിപ്പോകും. സർക്കാർ ജീവനക്കാർ കാര്യക്ഷമമായി വർക്കിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിക്കുന്നതിനോടൊപ്പം എടുക്കുന്ന കരാറുകാരന്റെ ഒരു മനസ്സും കൂടിയാണ് ഓരോ വർക്കും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഈ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികസിച്ചു വരുന്നത്. ശോഭനത്തേക്ക് പറഞ്ഞതുപോലെ ഒരു അച്ഛനും അവരുടെ അമ്മ ഇന്നലെ ഗംഗ ടീച്ചറുടെ അമ്മ ഇന്നലെ മരണപ്പെട്ടുപോയി. ഞാൻ ആ വീട്ടിൽ പോയിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ പറ്റാത്തത്. കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ശോഭന, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആശാനിൽ, മുനമ്പത്ത് ഗഫൂർ, B മോഹൻദാസ്, P രാജു, കൗൺസിലർമാരായ ബേബി ജസ്ന, സിംലാൽ, B രമണിയമ്മ, ഗിരിജാദേവി അമ്മ, സുലത, രാധാമണി ഷാജി, അശ്വതി ശ്യാം, AO അജയകുമാർ, SMC ചെയർമാൻ രാജേഷ് പട്ടാശ്ശേരി, ഷെഫീഖ്, ശ്യാംകുമാർ, ഷെമില, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സജീവ മാമ്പറ, അധ്യാപകരായ ലേഖ, വീണ എന്നിവർ പങ്കെടുത്തു. വിവിധ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് വാർഷിക സമ്മേളനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ P സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് ഗാനമേളയും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.